ஹாய் காய்ஸ், வெல்கம் பேக் டு மை டெய்லி விலாக். இன்றைக்கி நம்ம என்ன செய்ய போகிறோன்னா, உனக்கு தேங்காய் இருக்கல, ஸோ அதில் வீட்டில் எப்படி என்ன செய்கிறதுன்னு சொல்லிட்டு பார்க்க போகிறோம். வாங்க பார்க்கலாம் எப்படி பண்ணுறதுன்னு. കൊപ്പറ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, എണ്ണ എടുക്കാൻ പറ്റുന്നതാണ് ഇത്. നമ്മൾ കൊപ്പറ ആക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇതില്ലേ, ഇത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, സാധനം അതെടുത്തിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ച തേങ്ങാപ്പൊടി ഇതിലേക്കിടാം. വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം എണ്ണ ഉണ്ടാക്കാൻ പറ്റും. ഇതെടുത്തിട്ട് ഗ്ലാസ് എടുത്തിട്ട് വരുന്നു. എണ്ണ വരുന്നത് കാട്ടിച്ച് തരാം. ശരിയാവുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ചെയ്തിട്ട് കറക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമില്ല. ഇതൊരു തേങ്ങാമുറി നമുക്ക് എണ്ണ വരുന്ന രീതി ഒറിജിനൽ എണ്ണ നമുക്ക് കിട്ടും. നമ്മുടെ ഇതാണ് എണ്ണ. ഇനി ഇത് ഒരു തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയുടെ ഒരു മുറിയാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ഇത്ര എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് അയ്യോ കുറച്ച് മറന്നു പോയി, പ്രശ്നമില്ല. എത്ര ഈസിയല്ല, ഈസിയാക്കിയിട്ട് നമുക്ക് എണ്ണ എടുക്കാൻ പറ്റും. ഇത് ഒരു മുറി തേങ്ങയാണ്. നമുക്ക് വേണ്ടിയിട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം എണ്ണയൊക്കെ വേണമെങ്കിൽ നമുക്കൊരു 4 തേങ്ങയൊക്കെ എടുത്ത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇടിയപ്പം ചുടുന്ന ആ ഒരു സാധനത്തിലിട്ടിട്ട് എടുക്കാം. ഇത് തേങ്ങ ചിരവിയിട്ട് അവിടെ വെച്ചിരുന്നതാണ്. അത് വെയിലത്ത് വെച്ചിട്ട് മോശമായ തേങ്ങ ആയിരുന്നു. അതിൽ നിന്ന് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടി. മോശമായ ഇതായിരുന്നു തേങ്ങ. ചിരവിയിട്ട് അവിടെ വെച്ചിരുന്നതാണ്. ഇത് വേറൊരു രീതിയിലും ചെയ്യാം. നമുക്ക് നല്ലൊരു പുതിയ തോർത്തുണ്ടെങ്കിൽ അതിൽ വെച്ച് ഇത് ചെയ്താലും മതി. ആണ് ഒറിജിനൽ എണ്ണ.
വേറൊരു രീതിയിലും ചെയ്യാം നമുക്ക്. ഞാൻ ഒരു തുണി എടുത്തിട്ട് വെക്കുന്ന തുണി വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. ഒറിജിനൽ എണ്ണ കിട്ടിയിരിക്കുന്നു. മോശമായ തേങ്ങയൊന്നും ഉണ്ടാക്കിയതിന് പക്ഷേ ശുദ്ധമായ സ്മെല്ലൊന്നുമില്ല. നല്ല എണ്ണയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോശമായ തേങ്ങയിൽ നിന്ന് എടുത്തതാണിത്. സ്മെല്ലൊന്നുമില്ല, നല്ല എണ്ണ സ്മെല്ലേ ഇല്ല. ഒരു തുണി എടുക്കുക. തുണി എടുത്തിട്ട് അതിൻ്റെ കിട്ടുന്നില്ല, ടൈറ്റായിട്ട് ഇഡ്ഡലി നമുക്ക് റൗണ്ടായിട്ട് ഇതിനെ നമ്മൾ പിണ്ണാക്ക് എന്ന് പറയും. പിണ്ണാക്ക് ഇത് നമുക്ക് എണ്ണ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ കൂടി എടുക്കുക. പീസാക്കുന്നുണ്ട്. കോട്ടൻ്റെ തുണി തന്നെ ആവണം. പിണ്ണാക്കായി നല്ലൊരു പിണ്ണാക്ക്, വെറ്റിക്കുരു പിണ്ണാക്ക്. അത്യാവശ്യം നമ്മുടെ തേങ്ങ ചിരവിയിട്ട് ബാക്കിയുള്ള തേങ്ങ മോശമായിരുന്ന നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അത് ഉണക്കിയെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല ശുദ്ധമായ എണ്ണ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കണം. ഓക്കെ, താങ്ക് യു.